ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മെയ് മാസത്തിൽ ഈ നക്ഷത്ര ജാതകരെ തേടി ഇരട്ട ഭാഗ്യമെത്തും. നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കും. പൊന്നും പണവും വാരിക്കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ആദിത്യൻ മേടം ഇടവം രാശികളിൽ ഭരണി കാർത്തിക രോഹിണി എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ചാന്ദ്രവർഷത്തിലെ വൈശാഖ മാസം മുഴുവൻ ഈ കാലയളവിൽ വന്നു ചേരും. 39 ചാന്ദ്രവർഷമായ വിശ്വവാസു വർഷമാണിത്. മെയ് മാസത്തിലെ പൗർണമി, അതായത് വൈശാഖ പൗർണമി മെയ് 12-നും കറുത്ത വാവ് 27-നും ഭവിക്കുന്നു. മെയ് 27-ന് ബുധൻ നീചക്ഷേത്രമായ മീനം രാശിയിലെ സാമാന്യം ദീർഘമായ സഞ്ചാരം കഴിഞ്ഞ് മേടം രാശിയിൽ സംക്രമിക്കുന്നു. മെയ് 19 മുതൽ ബുധന് ക്രമമൗഢ്യം തുടങ്ങും. ശുക്രൻ ഉച്ചക്ഷേത്രമായ മീനത്തിൽ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. മെയ് 31-ന് ശുക്രൻ മേടം രാശിയിൽ പ്രവേശിക്കും. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ പൂയം നാളിലാണ്. മെയ് മാസം 12-ന് ആയില്യത്തിൽ പ്രവേശിക്കും. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. രാഹു മീനം രാശിയിലാണ്. മെയ് 18-ന് രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കും. അതോടൊപ്പം തന്നെ കേതുവും രാശി മാറുന്നു. കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കാണ് കേതുവിൻ്റെ രാശി മാറ്റം. രാഹു പൂരുരുട്ടാതിയിലും കേതു ഉത്തരത്തിലുമായി സഞ്ചരിക്കുന്നു. പിൻഗതിയിൽ ആണ് രാഹു കേതു സഞ്ചാരമെന്ന കാര്യം ഓർക്കുക. മെയ് 14 രാത്രി 10:07 വ്യാഴം, അതായത് ഗുരു അഥവാ ജൂപ്പിറ്റർ, ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. മകയിരം നക്ഷത്രത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം. ജ്യോതിഷപരമായി ശനി, വ്യാഴം, രാഹു എന്നിവയുടെ രാശിമാറ്റം വളരെയധികം പ്രധാനമാണ്. ഇവ മൂന്നും 2025-ൽ സംഭവിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മെയ് മാസത്തിലെ മാസഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് കുറേശ്ശെ അയവുണ്ടാകും. ജന്മരാശിയിൽ ആദിത്യൻ തുടരുന്നതിനാൽ മെയ് മാസം 15 വരെ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടാലും പുനരാലോചനയോ അവയിൽ തിരുത്തലുകളോ വേണ്ടി വരുന്നതാണ്. കർമ്മനിരതരാകുക. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നത് ഇപ്പോൾ തികച്ചും സംഗതമാണ്. നന്മ ചെയ്താലും ചോദ്യം ചെയ്യുവാനും എഴുതാപ്പുറം വായിക്കുവാനും ആളുണ്ടാകുന്ന കാലമാണ്. മെയ് 18-ന് രാഹു 12-ൽ നിന്നും 11-ലേക്ക് മാറുന്നത് വലിയ തോതിൽ ആശ്വാസമുണ്ടാകും. ഒരു പക്ഷേ ശനി സമ്മാനിക്കുന്ന പ്രശ്നങ്ങൾ രാഹു മറുമരുന്നാകുന്നതാണ് ക്രമേണ എന്ന് ആശ്വസിക്കാം. ചൊവ്വ 4-ൽ തുടരുന്നതിനാൽ വസ്തു തർക്കങ്ങൾ, അയൽ പ്രശ്നങ്ങൾ ഇവ ഉടലെടുക്കാം. ആത്മസംയമനം പാലിക്കുന്നതും വളരെയധികം ഗുണകരമാകും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ശുക്രന്റെ ഉച്ചസ്ഥിതി തുടരുന്നു മാസം മുഴുവൻ. അതിനാൽ തന്നെ സുഖഭോഗങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. വിനോദയാത്രകൾ, മനസ്സിന് ഉല്ലാസം, പാരിതോഷിക ലബ്ധി ഇവ പ്രതീക്ഷിക്കാം. സൗഹൃദം ഗുണകരമാകുമെങ്കിലും ശനിയും ശുക്രനും ഉത്രട്ടാതിയിൽ യോഗം ചെയ്യുന്നതിനാൽ ചീത്ത കൂട്ടുകെട്ടുകൾ ഒരു സാധ്യതയാണ്. 4-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശമുണ്ടാകും. ഗൃഹത്തിൽ അശാന്തി ഉയരാം. മാസപകുതിക്ക് ശേഷം വ്യാഴം 3-ൽ വരുന്നത് ഭാവിയിൽ ചില സ്വൈര്യക്കേടുകൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ്. രാഹുവിൻ്റെ കുംഭരാശിമാറ്റം വളരെയധികം ഗുണകരമാകും. കേതു 5-മത്തിൽ വരുന്നത് ആലോചനയിൽ അഥവാ സ്വർഗാത്മകതയിൽ തടസ്സങ്ങൾ സമ്മാനിക്കും. രോഗക്ലേശങ്ങളാൽ വലയുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം ഈ മാസമുണ്ടാകും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ആദിത്യൻ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതായത് കാർത്തിക ഞാറ്റുവേല. പൊതുവെ ഉഷ്ണരോഗങ്ങൾ വരാം. അലച്ചിലുണ്ടാകുവാനും ഇടയുണ്ട്. കാര്യസാധ്യത്തിന് പുനരാവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരുന്ന കാലമാണ്. ഇതൊക്കെ കൂടുതലും മേടരാശിക്കാർക്ക് ഫലിക്കുന്നവയാണ്. എന്നാൽ വ്യത്യസ്തമാണ് ഇടവരാശിക്കാരുടെ സ്ഥിതി. ബന്ധുക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം കാണുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം മെച്ചം ഉണ്ടാകുന്ന കാലമാണ്.
ഫലപ്രദമായ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. കൃത്യമായ ആസൂത്രണങ്ങൾ നടത്തി ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ വരുത്തുവാൻ സാധിക്കും. വസ്തു വിൽപ്പനയ്ക്കുള്ള ശ്രമം ഫലവത്താകുന്നതാണ്. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12ലും ജന്മരാശിയിലും സഞ്ചരിക്കുന്നത് ആയാസം, അലച്ചിൽ, സർക്കാർ കാര്യങ്ങളിൽ തടസ്സം, അമിത വ്യയം എന്നിവയ്ക്ക് വഴിയൊരുക്കും. 3ലെ വ്യാഴം അമിത ബലം മനസ്സിനും ശരീരത്തിനും ഉണ്ടെന്നും ഏത് കാര്യവും സാധ്യമാകുമെന്നും വ്യാമോഹിപ്പിക്കാം. സഹോദരരുടെ സാമ്പത്തികമോ മാനസികമോ ആയ പിന്തുണ ലഭിക്കും. വ്യാഴം 2ാം രാശിയിലേക്ക് മാറുന്നത് വൈകാതെ വളരെയധികം ഗുണകരമാകും. ധനാഗമം സുഗമമാകുന്ന കാലമാണ്. 11ലെ ഗ്രഹയോഗങ്ങൾ ബഹുമതികളും സമൂഹത്തിൽ അംഗീകാരവും സമ്മാനിക്കും. അനുരാഗികളായ ആളുകൾക്ക് മാനസിക ഉല്ലാസം സാധ്യമാകുന്ന കാലമാണ്. 10ലും 4ലുമായി രാഹു കേതു മാറ്റം വരുന്നത് ഗുണകരമാവില്ല. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഇടവ രാശിയിൽ ജനിച്ചവർക്ക് മാസാദ്യ പകുതി നേട്ടങ്ങളുണ്ടാകും. ശുക്രനും ശനിയും രാഹുവും ബുധനും ലാഭഭാവമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി ഇവയാൽ ധനം ലാഭം പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ, സ്ത്രീജനങ്ങൾ, വയോജനങ്ങൾ എന്നിവരിൽ നിന്നും പിന്തുണയും ധനലാഭവും വന്നു ചേരും. എന്നാൽ രാജകാരനായ ആദിത്യൻ 12ാം ഭാവത്തിലാകിയാൽ സർക്കാരിൽ നിന്നും കിട്ടേണ്ട അനുമതി തടസ്സപ്പെടുന്നതാണ്. മിഥുന രാശിയിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ 2ാം പകുതിയാകും ഗുണകരമാകുക. ആദിത്യൻ അനുകൂലമാകും. ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ്. പിതാവിൻ്റെ വാത്സല്യം, സാമ്പത്തിക സഹായം ഇവ പ്രതീക്ഷിക്കാം. മത്സര വിജയം നിങ്ങൾക്കുറപ്പാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഗുണാനുഭവങ്ങൾക്കാകും ഈ മാസം മുൻതൂക്കം വരിക. സംഘടനാ രംഗത്ത് വളരെയധികം മികവുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധികാരം വർദ്ധിക്കും. ചുമതലകളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന കാലമാണ്. നവസംരംഭങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ലൈസൻസ് ലഭിക്കുന്നതാണ്. ആഡംബര ചെലവുകൾ കുറയ്ക്കുന്നത് വളരെയധികം ഗുണകരമാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പാരമ്പര്യ ചികിത്സ മാറ്റം വളരെയധികം ഫലവത്താകും. വിദേശത്ത് പഠനം, തൊഴിൽ ഇവയ്ക്കുള്ള അന്വേഷണം വിജയിക്കും. കടബാധ്യത പരിഹരിക്കുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. വാക് സ്ഥാനത്ത് ചൊവ്വ തുടരുന്നതിനാൽ വാക്കുകളിൽ നിന്നും കലഹമുണ്ടാകാം. ഭൂമി വാങ്ങുവാനോ ഗൃഹനിർമ്മാണം തുടങ്ങുവാനോ കാത്തിരിപ്പ് ആവശ്യമാണ്. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. ഗുണഫലമായി കണക്കാക്കുമ്പോൾ ആദിത്യൻ്റെ 11ലെ സഞ്ചാരം എടുത്തു പറയേണ്ടതാണ്. വിപരീത സാഹചര്യങ്ങളെ മറികടക്കുവാൻ സാധിക്കും. ഉറ്റവരുടെ വിരഹ വിയോഗാദികളിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്നതാണ്. മകന് പഠിപ്പ്, അതുമല്ലെങ്കിൽ തൊഴിൽ ഇവയാൽ അഭ്യുദയം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുന്ന മാസമാണ്. വ്യാഴം മാസം മധ്യത്തിൽ ജന്മരാശിയിലേക്ക് പകരുന്നു. സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത വളരെയധികം വേണ്ട കാലമാണ്. തൊഴിലിൽ വളർച്ച പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണെന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. സഹപ്രവർത്തകരെ തൊഴിൽപരമായി സഹായിക്കേണ്ടി വരുന്ന കാലമാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ രാഹുവും കേതുവും രാശി മാറുന്നു. കേതുവിൻ്റെ സഞ്ചാരം 3ാം ഭാവത്തിലാകുന്നത് വളരെയധികം ക്ഷേമം സമ്മാനിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനി തനിക്ക് ആധിപത്യമുള്ള മറ്റൊരു നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്നു. ആത്മശക്തിയും വ്യക്തിപ്രഭാവവും വർദ്ധിക്കും. ആദിത്യൻ 10, 11 ഭാവങ്ങളിലാകിയാൽ ജോലി സംബന്ധമായി നിങ്ങൾക്ക് ഈ സമയം വളരെയധികം ഉയർച്ചയുണ്ടാകും. സ്വാശ്രയത്വം കൂടുന്നതാണ്. പരാശ്രയത്തിൽ നിന്നും മുക്തരാകുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത് നല്ല കാലമാണ്. നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭശീലം അല്പം വർദ്ധിക്കും. രോഗാവസ്ഥയുള്ള ആളുകളാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. വ്യാഴം 12ൽ മാറുകയാണ്. വീട് പണി, മകളുടെ കല്യാണം എന്നിങ്ങനെ നല്ല കാര്യങ്ങൾക്കായി ചെലവ് വർദ്ധിക്കും. രാഹു കേതുക്കളുടെ രാശി മാറ്റമുണ്ട്. രാഹു അഷ്ടമത്തിലേക്ക് മാറുന്ന കാലം കൂടിയാണ്.
അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ നീചരാശിയിലെങ്കിലും സ്വനക്ഷത്രത്തിൽ തുടരുന്നത് വളരെയധികം ആശ്വാസമാണ്. കാര്യവിജയം, ലക്ഷ്യപ്രാപ്തി ഇവയുണ്ടാകും. പദവി വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ്. മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പുതിയ തൊഴിലുകളിൽ ഭാരാരിഷ്ടത കടന്നുകൂടും. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരം വന്നുചേരും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യാഴം 12ാം രാശിയിലേക്ക് മാറുകയാൽ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. നല്ല കാര്യങ്ങൾക്കായി ചെലവ് ഉണ്ടാകുന്നതാണ്. ജന്മരാശിയിലെ ചൊവ്വയും അഷ്ടമ രാഹുവും നിർബന്ധശീലം, ദുർജന സംസർഗം ഇവയ്ക്ക് കാരണമാകുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. വ്യക്തി ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ എഴുതി ചേർക്കുവാൻ കഴിയുന്ന കാലമാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം വളർച്ചയുണ്ടാകും. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ലക്ഷ്യം കാണുന്നതാണ്. കാത്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അന്യ ദിക്കിൽ നിന്നും ആശിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബക്കാർക്കൊപ്പം വിനോദയാത്ര നടത്തുവാൻ കഴിയും. അഷ്ടമത്തിൽ ശനിയും 12ൽ ചൊവ്വയും സഞ്ചരിക്കുന്നതിനാൽ വാഹനയാത്രയിൽ വളരെയധികം ജാഗ്രത ഉണ്ടാക്കണം. മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും അനുകൂലമാണ്. സാമൂഹിക അംഗീകാരവും ധനോന്നതിയും ക്രമേണ ഉറപ്പിക്കാം. 7ൽ രാഹു, ജന്മത്തിൽ കേതു എന്നിവ വരുന്നത് പ്രതികൂല ഫലങ്ങൾക്ക് കാരണമാകും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. അനുകൂലതകളിൽ മുഖ്യം ശുക്രൻ്റെയും ആദിത്യൻ്റെയും ഉച്ചസ്ഥിതി തന്നെയാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടന്നുകിട്ടും. അധികാരമുള്ള പദവികളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഭോഗസുഖങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. പ്രണയം പുഷ്ടിപ്പെടുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും. ആശിച്ച വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ്. ശനിയും രാഹുവും കേതുവും ചൊവ്വയും അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ദുരാരോപണങ്ങൾ ഉയരുവാനിടയുണ്ട്. ഭൂമി വ്യാപാരങ്ങൾ നീണ്ടുപോയേക്കാം. പാഴ്ചെലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന മാസമല്ല. കാര്യതടസ്സം ആവർത്തിക്കും. മെയ് 14 വ്യാഴം 11ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതിനാൽ പല നിലയ്ക്കും ശുഭഫലങ്ങൾ വന്നുചേരും. മാനസിക ഉന്മാദം വളരെയധികം സാധ്യമാകുന്ന മാസം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപന്റെ ഉച്ചാധിപത്യം, വ്യാഴ ആനുകൂല്യം ഇവയെല്ലാം മെയ് മാസത്തിൽ ഉത്രം നാളുകാരെ കർമ്മവിജയത്തിലേക്ക് നയിക്കുന്നതാണ്. തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി വളരെയധികം സംതൃപ്തി തോന്നുന്നതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കും. കന്നി രാശിക്കാർക്ക് അന്യനാട്ടിൽ അവസരങ്ങൾ വന്നു ചേരും. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തം സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നതാണ്. ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കേതു ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഉത്രം നാളിൽ തന്നെയാകും. ചില തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വെല്ലുവിളികൾ ഉയരുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം കൊയ്യുവാൻ സാധിക്കില്ല. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ കഴിയും. കലാപ്രവർത്തകർക്ക് സ്ഥിരമായ വരുമാനം കിട്ടിത്തുടങ്ങുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 8, 9 എന്നീ ഭാവങ്ങളിലും വ്യാഴം 9, 10 എന്നീ ഭാവങ്ങളിലും സഞ്ചരിക്കുന്നു. 7ാമിടത്ത് കണ്ടക ശനിയുമുണ്ട്. ചൊവ്വ 11ലാണ്. സന്തപിക്കാനും സന്തോഷിക്കുവാനും ആവശ്യമായ ഘടകങ്ങൾ വേണ്ടുവോളമുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേടുന്നതാണ്. എന്നിരുന്നാലും ചുമതലകളിൽ വീഴ്ച ഉണ്ടാകില്ല. കാര്യനിർവഹണം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. സ്വന്തമായി നടത്തുന്ന സ്ഥാപനം കൊണ്ട് സാമാന്യം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഭാഗികമായ വിപുലീകരണം നടത്തുന്നതിനാൽ ദോഷമില്ല. സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിക്കുവാൻ കുറച്ചുകൂടി കാത്തിരിപ്പ് തുടരേണ്ടി വരും. ദാമ്പത്യത്തിൽ സമാധാനം വന്നും പോയുമിരിക്കുന്നതാണ്. വസ്തുവിൽ നിന്നും ആദായം കിട്ടിത്തുടങ്ങും. മക്കളുടെ കാര്യങ്ങളിൽ അല്പം കൂടി കരുതലും സ്നേഹവും കൈക്കൊള്ളുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ജയപരാജയങ്ങൾ മാറി മാറി അനുഭവത്തിലെത്തും. കർമ്മോത്സുകത കൂടുന്നതാണ്. ചിലപ്പോൾ ആലസ്യം നിങ്ങളെ പിടികൂടാം. തുലാം രാശിക്കാർക്ക് ശനിയും രാഹുവും എതിർപ്പുകൾക്കും മീതെ പ്രതിരോധം തീർക്കുന്നതാണ്. തൊഴിലുകളിൽ നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കപ്പെടും. ഇത്രയും കാലം മ്ലാനത്തിലായിരുന്ന അവസരങ്ങൾ സ്വയമേവ ആഗതമാകുന്നതാണ്. ബുധശുക്രന്മാർ ബന്ധുബലം സമ്മാനിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടാകും. ദാമ്പത്യത്തിൽ അനുരഞ്ജനം ആവശ്യമായി വരുന്ന കാലമാണ്. കന്നി രാശിക്കാരായ ആളുകൾക്ക് പ്രണയത്തിൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും.
ദാമ്പത്യത്തിൽ അതൃപ്തി ഉണ്ടാകാം. സ്വന്തം തൊഴിൽ നിന്നും വരുമാനം ഉയരുന്നതാണ്. അധ്വാനം കൂടുമെങ്കിലും സാമാന്യമായ നേട്ടങ്ങൾ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഈ മാസം മുഴുവനും നക്ഷത്രനാഥനായ ചൊവ്വ നീചക്ഷേത്രത്തിലാണെന്നത് ഓർമ്മയിൽ വെക്കുന്നതും ഗുണകരമാകും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഇടയിളക്കം ഉണ്ടാകില്ല. കർമ്മരംഗത്ത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കും. പൊതുവെ വളർച്ചയുടെ കാലം തന്നെയാണ്. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും പിന്തുണ സമ്മാനിക്കുന്നതാണ്. അധികാരമുള്ള ചുമതലകൾ നൽകപ്പെടുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസം ഭവിക്കുന്ന കാലം കൂടിയാണ്. വ്യാപാര സ്ഥാപനത്തിന് ശാഖ തുടങ്ങുവാനുള്ള അവസരമുണ്ടാകും. ഔദ്യോഗിക യാത്രകൾ വർദ്ധിക്കുന്നതാണ്. തന്മൂലം നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ശാരീരികമായ ക്ലേശം അനുഭവപ്പെടുന്നതാണ്. 11ാം ഭാവാധിപനായ ആദിത്യൻ ഉച്ചസ്ഥനാകയാൽ മാസാദ്യം ധനവരവ് കരുതിയതിലും അധികമാകും. മെയ് 14 വ്യാഴമാറ്റം ചോദിക്കാരായ ആളുകൾക്ക് അനുകൂല ഫലങ്ങൾ ക്രമേണ കാരണമാകും. ഭാഗ്യക്കേടുകൾക്കും അവമതിപ്പുകൾക്കും അവസാനമുണ്ടാകുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. കാര്യവിഘ്നവും കർമ്മഭംഗവും പൂർണ്ണമായും ഒഴിയില്ല. എന്നാലും ആശ്വാസവും വളർച്ചയും വരുമാന വർധനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ കാര്യങ്ങൾ വിശേഷിച്ചും സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയുവാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അഭീഷ്ട വിഷയങ്ങളിൽ ഉന്നത പഠനത്തിലുള്ള അവസരം സാധ്യമാകും. നവസംരംഭങ്ങൾ പച്ചപിടിച്ച് തുടങ്ങുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചതല്ലെങ്കിൽ പോലും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണം ഇടയ്ക്കിടെ തടസ്സപ്പെടാം. സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തികമായ സഹായം കൈവരുന്നതാണ്. വാടക വീടോ സ്ഥാപനം നടത്തുവാനുള്ള കെട്ടിടമോ തേടുന്ന ആളുകൾക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. മത്സരങ്ങൾ ചിലപ്പോൾ ലഘുവായേക്കില്ല. മെയ് പകുതിയിലെ വ്യാഴമാറ്റത്തിൻ്റെ രാശിമാറ്റം വിശാഖം നക്ഷത്ര ജാതകർക്ക് വളരെയധികം മാറ്റം സമ്മാനിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ശനി സ്വനക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് പ്രവേശിച്ചത് അനുകൂലമാണ്. സ്വന്തം കർമ്മരംഗം പുഷ്ടിപ്പെടും. ആത്മസിദ്ധികൾ തിരിച്ചറിയുന്നതാണ്. മെയ് 18 വരെ പഞ്ചമഭാവത്തിൽ രാഹു തുടരുകയാൽ ആലോചനകളിൽ അലസമുണ്ടാകുവാൻ ഇടയുണ്ട്. ആശയക്കുഴപ്പം സാധ്യതയാണ്. ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പഴുതടച്ചാവില്ല. വിമർശനങ്ങൾ ഉയരുന്നതാണ്. ആദിത്യൻ 6ാം ഭാവത്തിൽ തുടരുന്നത് കർമ്മഗുണാനുഭൂതി സൃഷ്ടിക്കുന്നതാണ്. കരാർ പണികൾ സ്ഥിരമായി കിട്ടിത്തുടങ്ങും. നിങ്ങളുടെ വ്യാപാര വ്യവസായങ്ങൾ ഉന്നതിയിലേക്ക് കുതിക്കുന്നതാണ്. സാമൂഹികമായ ബഹുമാന്യത കൈവരും. കുടുംബത്തോടൊപ്പം ഇഷ്ടയാത്രകൾ നടത്തുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരങ്ങൾ ലഭ്യമാകും. ശുഭപ്രതീക്ഷകൾ പുലർത്തുവാനും കഴിയുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ജന്മനക്ഷത്രാധിപനായ ബുധൻ സ്വനക്ഷത്രമായ രേവതിയിൽ സഞ്ചരിക്കുന്നു. ഗുണകരമാകുന്ന കാലമാണ്. വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ നീചത്തിൽ തുടരുന്നത് മനചാഞ്ചല്യം സമ്മാനിക്കും. ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ കുഴങ്ങുവാൻ ഇടയുണ്ട്. ശുക്രൻ പഞ്ചമത്തിൽ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്നത് ഭാവന, സ്വർഗാത്മകത എന്നിവയെ പരിപോഷിപ്പിക്കുന്നതാണ്. കലാരംഗത്ത് അവസരങ്ങൾ വന്നു ചേരും. 7ാം ഭാവത്തിൽ തുടരുന്ന വ്യാഴം മെയ് 15 മുതൽ അഷ്ടമത്തിൽ സഞ്ചരിക്കും. സർവ്വകാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നതും ഗുണകരമാകും. വിശേഷിച്ചും കുടുംബജീവിതത്തിൽ രാഹു 4ലേക്കും കേതു 10ലേക്കും മാറുന്നതും ഗുണകരമാകില്ല. ആലസ്യം തലപ്പൊക്കാം. ആദിത്യൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇപ്പോൾ നല്ല അവസരങ്ങൾക്കായി ശ്രമിക്കുന്നത് ഫലവത്താകുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 5ലും 6ലും സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ പകുതിയിൽ വ്യാഴം അനുകൂല ഭാവമായ 7ാം ഇടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാഹു കേതുക്കളുടെ മാറ്റവും അനുകൂലമാണ്. അതിനാൽ ക്ലേശങ്ങൾ താൽക്കാലികമാണെന്ന് പറയേണ്ടി വരും. 4ാം ഭാവത്തിൽ പ്രവേശിച്ച ശനിയും 8ലെ ചൊവ്വയും മനക്ലേശങ്ങളും ദേശക്ലേശങ്ങൾക്കും കാരണമാകും. അവയെ ക്ഷമയോടെ നേരിടുന്നതാണ് കരണീയം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ കൂടുതൽ മികവുകൾ കൈവരുന്നതാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയുക്തമാകും. തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നും അംഗീകാരം വന്നു ചേരും. ധനവരവിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച കൂടിയാലോചനകൾ ഫലപ്രദമാകുന്നതാണ്.
അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. കണ്ടക ശനിക്കാലമാണെന്ന് ഇടയ്ക്കിടെ ഓർമ്മിക്കേണ്ടി വരും. ഗൃഹത്തിൽ സമാധാനം കൂടിയും കുറഞ്ഞുമിരിക്കും. ഭാഗ്യാധിപനായ ആദിത്യൻ്റെയും നക്ഷത്രാധിപനായ ശുക്രൻ്റെയും ഉച്ചഗതിയും അതിജീവനവും സാധ്യമാകുന്നതാണ്. എത്ര ക്ലേശമുണ്ടായാലും അവയ്ക്ക് മറുവശം ഉടനെ തന്നെ തെളിഞ്ഞു കിട്ടുന്ന വിധമാണ് ഗ്രഹങ്ങളുടെ ഈ മാസത്തെ രാശിസഞ്ചാരം. വ്യാഴം അനിഷ്ടഭാവത്തിൽ നിന്നും 7-ാം ഇടത്തിൽ വരുന്നത് ദാമ്പത്തിക സൗഖ്യം സമ്മാനിക്കും. പ്രണയിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. കച്ചവടത്തിലെ എല്ലാവിധ മ്ലാനതകൾക്കും അവസാനമുണ്ടാകുന്നതാണ്. കൂട്ടുകച്ചവടം വീണ്ടും ഊർജിതമാക്കും. മെയ് 18-ന് 4-ാം ഇടത്തിൽ നിന്നും രാഹു മാറുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മാസത്തിൻ്റെ 2-ാം പകുതി മുതൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ആദിത്യൻ്റെ ഉച്ചസ്ഥിതിയാലും ഉന്നമനേച്ഛയുണ്ടാകും. ഉദ്യോഗത്തിലുള്ള ആളുകൾക്ക് അധിക ചുമതലകൾ വന്നു ചേരും. നിങ്ങളുടെ നേതൃത്വ ഗുണം അംഗീകരിക്കപ്പെടുന്ന കാലമാണ്. പിതാവിൻ്റെ വാത്സല്യത്തിന് കൂടുതൽ പാത്രീഭവിക്കും. ധനസഹായം ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിലെ അനൈക്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. പാരമ്പര്യ തൊഴിലുകൾ നവീകരിക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്നതാണ്. കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണ്ട മാസം കൂടിയാണ്. അവസരവാദികളെ തിരിച്ചറിയുവാൻ കഴിയണം. കുടുംബത്തിലെ വൃദ്ധജനങ്ങളെ സന്ദർശിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും കഴിയണം. സ്ത്രീകളുടെ പിന്തുണ, സഹകരണം എന്നിവ പ്രതീക്ഷിക്കാം. വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഉത്രാടം ധനു രാശിക്കാർക്ക് കൂടുതൽ ഗുണപ്രദമാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ശനിയും രാഹുവും 3-ാം ഭാവത്തിൽ നിന്നും തന്മൂലം ഒരു പക്ഷേ സമൂഹം തള്ളിപ്പറയുന്ന വ്യക്തികളുടെ സഹായവും പിന്തുണയും സ്വീകരിക്കും. ബുധശുക്രന്മാർ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം സജ്ജനങ്ങളുടെയും സുഹൃത്ത് ബന്ധുക്കളുടെയും ഒത്താശ കിട്ടുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വിദഗ്ധ ചികിത്സ കൈവരും. തീർത്ഥാടനം സാധ്യമാകുന്നതാണ്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പുതുക്കുവാനോ പുതിയത് വാങ്ങുവാനോ സാധ്യത വന്നു ചേരും. വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പാക്കപ്പെടുന്നതാണ്. ദാമ്പത്യത്തിൽ കൂടുതൽ കരുതൽ വേണം. 7-ലെ ചൊവ്വ ഇക്കാര്യത്തിൽ ദോഷപ്രധാനാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഒരു രീതിയിലും ആശാവഹമാകില്ല. രാഹുവും വ്യാഴവും രാശി മാറുന്നതിനാൽ വലിയ മുതൽ മുടക്കിന് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ പലതരം പരിവർത്തനങ്ങൾ വരുന്ന കാലമാണ്. കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടും. ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കടം വാങ്ങിയിട്ടുള്ള വിപുലീകരണം ഗുണകരമാക്കില്ല. ദോഷത്തിന് ഇടവരുത്താം. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പുതിയ സാങ്കേതിക കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പലതരം വെല്ലുവിളികൾ വന്നുചേരും. സാഹിത്യകാരന്മാർക്ക് നല്ല രചനകൾ നടത്തുവാൻ കഴിയുന്നതാണ്. അവയിലൂടെ വായനക്കാരുടെ പ്രീതി നേടുവാൻ സാധിക്കും. കെട്ടിടമോ വീടോ നിർമ്മിക്കുവാൻ കഴിയുന്നതാണ്. നക്ഷത്രനാഥനായ ചൊവ്വയുടെ നീചസ്ഥിതി മാസം മുഴുവനും തുടരുകയാണ്. കുംഭരാശിക്കാർക്ക് പ്രതിരോധ ശക്തി ഉയരും. മകരരാശിക്കാർ സമ്മർദ്ദത്തിലാകുവാനും ഇടവരുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ആദിത്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല സഞ്ചാരം തുടരുന്നതിനാൽ ഒട്ടുമിക്ക ന്യായമായ ആവശ്യങ്ങളും ത്വരിതഗതിയിലാകും. 2-ാം പകുതിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ്. ശനി രാഹു യോഗം വാക്കുകളെ നമ്മൾ അറിയാതെ തന്നെ മലീനസമാക്കുവാൻ ഇടയുണ്ട്. ശുക്ര ബുധയോഗം ഇതിൻ്റെ മറുമരുന്നാകും. പ്രായഭേദമന്യേ പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുവാനുള്ള ഔത്സുക്യം ഉണ്ടാകും. ധനവരവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാകും. 6-ാം ഭാവത്തിലെ ചൊവ്വ തർക്കം, വ്യവഹാരം ഇവയിൽ വിജയം സമ്മാനിക്കും. രാഹു മെയ് 18 മുതൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ല. മെയ് മാസത്തിലെ ഫലങ്ങളിൽ മകുടം ചാർത്തുന്നത് വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിന്ന് മാറിയത് വളരെയധികം ആശ്വാസമാണ്. കുംഭരാശിക്കാർക്ക് ആദിത്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയും മീനരാശിക്കാർക്ക് 2-ാം പകുതിയും ഗുണമേകും. ഉദ്യോഗസ്ഥർക്ക് കാര്യനിർവഹണം സുഗമമാക്കുന്ന കാലമാണ്. മേലധികാരിയുടെ പ്രീതി ലഭിക്കും. രാഹു ജന്മ നക്ഷത്രത്തിൽ തുടരും ഇനിയും കുറച്ചധികം കാലം. അതിനാൽ മനോകർമ്മങ്ങളിൽ കരുതൽ വേണ്ടതാണ്. കുംഭരാശിക്കാർക്ക് ഇപ്പോൾ ചൊവ്വ അനുകൂലമാണ്. എതിരാളികളെ തോൽപ്പിക്കുവാൻ സാധിക്കും. കോടതി കാര്യങ്ങളിൽ വിജയിക്കുന്നതാണ്. മീനരാശിക്കാർക്ക് അനാവശ്യമായി ശാഠ്യം പുലർത്തുന്നതാണ്. വ്യാഴമാറ്റം പൂരുരുട്ടാതി ആളുകൾക്ക് ജീവിത പുരോഗതിക്ക് കാരണമാകും. തൊഴിലിൽ വളർച്ച, ഗൃഹലബ്ധി, പദവി, വിവാഹം, സന്താനലബ്ധി തുടങ്ങിയ അവരവരുടെ സ്ഥിതിക്കിണങ്ങും വിധം കരഗതമാകുന്നതാണ്.
അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. 7ര ശനിക്കാലമാണ്. ഇടയ്ക്കിടെ ഓർക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ടാകും. ശനി ഉത്രട്ടാതിയിൽ തന്നെ സഞ്ചരിക്കുകയുമാണ്. അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരുവാനുള്ള ശ്രമം വൈകുന്നതാണ്. എന്നാൽ പഠിക്കുവാനോ തൊഴിലിനോ വിദേശത്തേക്ക് പോകുവാനോ ഉള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. ആദിത്യൻ 3ലേക്ക് വരുന്നത് രോഗക്ലേശങ്ങൾ കുറയ്ക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമത കൈവരുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് വരുമാന മാർഗത്തിനുള്ള വഴി തെളിഞ്ഞു കിട്ടും. വ്യാഴത്തിൻ്റെ മാറ്റം അല്പം ആശ്വാസം സമ്മാനിക്കും. ഗൃഹനിർമ്മാണത്തിൽ വേഗത ഉണ്ടാകുന്നതാണ്. വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ്. ചൊവ്വയുടെ സ്ഥിതി ശാഠ്യശ്രീ ഉണ്ടാക്കും. ഉറ്റവർക്ക് വിഷമം ഉണ്ടാകുവാനിടയുണ്ട്. രാഹു ജന്മരാശിയിൽ നിന്നും 12ലേക്ക് മാറുന്നത് കുറച്ച് ആശ്വാസമാകുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ജന്മത്തിൽ 4 ഗ്രഹങ്ങൾ തുടരുന്നതിൻ്റെ സമ്മർദ്ദങ്ങൾ തൊഴിലിനെയും വ്യക്തി ജീവിതത്തെയും ബാധിക്കും. ദമ്പതികൾക്കിടയിൽ അകന്നു ജീവിക്കേണ്ട സ്ഥിതി ഉണ്ടാകും. സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങേണ്ട അവസ്ഥയുണ്ടാകും. ബന്ധുക്കൾ ചിലപ്പോൾ അകാരണമായി കലഹിച്ചെന്നു വരാം. ആദിത്യൻ 3ലേക്ക് മാറുന്നത് മൂലം മാസത്തിൻ്റെ 2ാം പകുതിയിൽ കർമ്മരംഗത്ത് ആശ്വാസമുണ്ടാകും. ചുമതലകളിൽ ഉയർച്ചയുണ്ടാകും. പഠനത്തിനായി അന്യനാട്ടിൽ പോകുവാൻ കഴിയുന്നതാണ്. 5ലെ ചൊവ്വയാൽ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ കഴിയില്ല. രാഹു ജന്മത്തിൽ നിന്നും മാറുന്നതും വ്യാഴം 4ലേക്ക് നീങ്ങുന്നതും ആസന്ന ഭാവി കാലം സമ്മർദ്ദരഹിതമാകും എന്നതിൻ്റെ സൂചനയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.